ബൈനോക്കൽ ടോക്സേ ഇന്ന് പാലക്കാട് കൊല്ലങ്കോട് കാണാൻ വന്നോ. കൊല്ലങ്കോട് ഞങ്ങൾ കൊല്ലങ്കോട് ഏകദേശം കൊല്ലങ്കോട് അടുത്ത് കേട്ടോ. അന്നേരം ഞങ്ങൾ പാടത്ത് പുതിയൊരു സംഭവം കണ്ടു. നമ്മൾ വല്ലാതെ ഇങ്ങനെ പാടത്തിന്റെ വരമ്പേ കൂടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ടോ. ബന്ദിപ്പൂ നോക്കിയേ, എല്ലാ പാടത്തിന്റെ വരമ്പേ കൂടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ. ഈ റോഡിന് ഓപ്പോസിറ്റ് ഉള്ള പാടത്താണ് കുറച്ച് കൂടുതലുള്ളത് കേട്ടോ. കാരണം അങ്ങോട്ട് വെയിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങില്ല. നമുക്ക് ആ വഴിയെ കൂടെ പോയാലും കുറച്ച് കിട്ടും. ഇങ്ങോട്ട് നോക്കി, നല്ല രസമുണ്ട് അല്ലേ. പിന്നെ നല്ല ഭംഗിയല്ലേ, നല്ല കളർ പാടം നോക്കി. നല്ല കാറ്റുണ്ടേ. ഇതിന്റെ മരപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ ചേച്ചിമാര് ഞാറ് നട്ടോണ്ടിരിക്കും, നടുന്നുണ്ട് അല്ലേ. ആ വഴി ആ വൈ സൈഡ് മൊത്തം പോവാ കേട്ടോ. ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടൊക്കെ നീരായതുകൊണ്ട് നമുക്ക് അധികം കിട്ടത്തുമില്ലല്ലേ. ഇങ്ങനെയാണ് ഞാറ് നടുന്നത്. കാണാനില്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ കൃഷിയൊന്നും. പാലക്കാട് തമിഴ്നാടൊക്കെ തന്നെയല്ലേ കൂടുതലും കൃഷിയാണ്. കൊല്ലങ്കോട് ടൗൺ അല്ലേ, ടൗൺ തുടങ്ങുന്ന. ഇപ്പൊ നമ്മൾ പോണ സ്ഥലം ചിങ്ങഞ്ചിറ. ചേട്ടാ എന്താ ഒന്നും പറയാ. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. സീതാർകുണ്ട് വെള്ളച്ചാട്ടം റൈറ്റ്, ചിങ്ങഞ്ചിറ റൈറ്റ്, എന്താ പലകപ്പാണ്ടി റൈറ്റ്, സുക്കരിയാർ വെള്ളച്ചാട്ടം നേരെയാ. അത് തമിഴ്നാട്ടിലാ? പല പേര് കേട്ടിട്ട്. ചന്ദ്രേട്ടന്റെ ചായക്കട എന്നാ ഭംഗി നോക്കി. അല്ല അത് വേറെ. സീതാർകുണ്ട്, വെള്ളരിമേട്, ചിങ്ങഞ്ചിറ. നമുക്ക് ചിങ്ങഞ്ചിറക്കല്ലേ പോണ്ടേ? ആ കാണുന്ന ചായക്കട പല യൂട്യൂബിലും പലരും കേട്ടിട്ടുണ്ട്. ഇതല്ലേ ചെല്ലൻ ചേട്ടന്റെ ചായക്കട. അതെ, തെക്കൻ ചിറ ചില റോഡ് അങ്ങോട്ട് ലെഫ്റ്റ്. നമ്മൾ തക്കാലം ഒരു ചായ കുടിച്ചോണ്ട് ഇവിടെ കേറുന്നില്ല കേട്ടോ. തിരിച്ചു വന്നിട്ട് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. എങ്ങോട്ടാ പോണെ? അവൻ അങ്ങോട്ടാ. ചെറിയൊരു വഴി കേട്ടോ. ഒരു ട്രാവലർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു കപ്പളങ്ങ പപ്പായത്തോട്ടം. എല്ലാത്തിനും ഉണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് അകത്തോട്ട് കയറും. ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റില്ല. ഇതുണ്ടോ ഇവിടെ മൃഗങ്ങളുടെ ഇതുള്ളതുകൊണ്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതോ അകത്ത ആൾക്കാരത് അങ്ങ് സൈഡിലൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. നെല്ലിയാമ്പതിയുടെ താഴ്വാരത്താണ് കേട്ടോ ഞങ്ങൾ. ഇതുണ്ടോ ആ സൈഡിൽ നല്ല വരി വരിയായിട്ട് തെങ്ങ്, പാടം, മാവിൻ തോട്ടം. ഇതൊക്കെ നമ്മൾ പല സിനിമയിലും കേട്ടിട്ടില്ലേ. ഇതാണ് കളമില്ലേ, കളം. നെല്ല് ഉണക്കുന്നത്, നെല്ല് ഉണക്കി സംഭരിക്കണത്. ബാ പത്തായപ്പുര അല്ലേ. ഇതിപ്പം വർക്ക് ചെയ്യണില്ല. നല്ലൊരു മലകൾക്ക് താഴ്വാരത്തിലാണ് ഈ പാറ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. സെറ്റ് ചെയ്തല്ല, ഉള്ള പാറ. അതെ, നെല്ല് ഒരു പാറപ്പം, അതിന്റെ മുകളിൽ ഒരു കുഞ്ഞു വീട്, അറ. ഇതിവിടെ വേസ്റ്റ് ആയ കുറെ നെല്ല് കിടക്കണതാണ് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ താഴെ ഒരു വീടുമുണ്ട്. ബാക്ക് സൈഡൊക്കെ വയലാണ്.
ഞാറ് നടാൻ വേണ്ടി റെഡിയാക്കി ഒരുക്കിയിട്ടേക്കുന്ന സ്ഥലം. ഡോറും അതിൻ്റെ ലോക്ക് സിസ്റ്റം ഒക്കെ നോക്കിയാൽ ഇത് പുതിയ കാലത്തെ ലോക്ക്, ഇത് പഴയ കാലത്തെ ലോക്ക്. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട് അനീഷേ. ഇവിടെ കളത്തിലെ ഊണെന്ന് പറഞ്ഞ് ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇതിൽ കൊടുക്കുന്ന വെച്ചാൽ ഹോട്ടലായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ പറയുക 5-6 ടേബിളുണ്ട്. പിന്നെ ഇത് ഈ പടിയിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. നമുക്ക് ഇപ്പോൾ ഉച്ച സമയമല്ല, അതുകൊണ്ട് ഇപ്പം ഇവിടെ ഇല്ലാത്തത്. ഇതിൻ്റെ പുറയിലാണ് കിച്ചൺ, ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇവിടെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ വരുവാണെങ്കിൽ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അവിടുത്തെ ഫുഡും ഒരു ഫേമസ് ആണ്. പാറപ്പുറത്ത് തന്നെയാണ്. ഇതിന് ഇത്ര ആഴമുണ്ട് കേട്ടോ. നെല്ല് കുത്താൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരിക്കാം. കാണാവോ? ആ ഇപ്പൊ കലങ്ങി പോയതുകൊണ്ട് അതിന്റെ കുഴി കാണുന്നില്ല. കാണുന്നില്ല, വെള്ളം കോരി കളയണോ? ഓക്കെ. നടുക്ക് ഇതുണ്ടോ? ഇത് നമ്മുടെ പഴയ ആട്ടുകല്ലിന്റെ ഒരു ഷേപ്പ്. ആട്ടുകല്ലിലെ ഒരല് ഇരിക്കും. കാരണം ഈ പാറപ്പുറത്ത് തന്നെ കൊത്തി ഉണ്ടാക്കിയേക്കുക. നെല്ല് വാരിട്ടേക്കുന്നുണ്ടോ? നിറയെ നെല്ലിട്ടേക്ക് നോക്കി. രണ്ട് ഗരുഡന്മാർ കാവലും ഉണ്ട്. 2 ഗരുഡൻ കാവലാണ്. ദൈവങ്ങളും ഉണ്ട്. ദൈവങ്ങളാണോ ആൾക്കാരാണോ? അല്ല, അത് കുറെ ആൾക്കാർ ഇവിടെ താമസം വരുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ആണ് കേട്ടോ. അളക്കുന്ന പറയിരിക്കുന്നുണ്ട് ഇപ്പുറത്ത്. ആ പഴയ പറ, ഒരു പറ നെല്ല്, പഴയ കാലം മുറം. തറ ചാണാൻ മെഴുകിയത്. അല്ല, തറ ചാണാൻ മെഴുകി അല്ല ഇത്. ഇത് മറ്റേ പാറ തന്നെ. ഇവിടെ മറ്റേ തറയൊന്നും കെട്ടിട്ടില്ലല്ലോ. പാറ ചാണാൻ മെഴുകിയേക്കോ. അപ്പം കളത്തിനോട് ഇവിടെ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്. സീതാർക്കുണ്ടല്ലേ നമ്മളിനി പോണ സ്ഥലം? സീതാർക്കുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമാണെന്ന് പറയും. അത് കൊല്ലങ്കോട് തന്നെയാണ്. അത് നെല്ലിയാമ്പതിയുടെ താഴ്വശം തന്നെയാണ്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. വഴിയൊക്കെ ചെറിയ വഴിയാണ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എതിരെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കഷ്ടപ്പെട്ട സൈഡ് കൊടുക്കാൻ പറ്റുന്നു കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം സ്ഥലത്തിൻ്റെ വൈബ് എങ്ങനെ ഉണ്ടെന്ന്. ഈ പാലക്കാടിൻ്റെ കൊല്ലങ്കോടിൻ്റെ മറ്റൊരു മനോഹാരിതയിലെത്തി കേട്ടോ. പ്രത്യേകിച്ച് അറിയിപ്പുണ്ട്, ഈ പാടത്ത് വാഹനങ്ങൾ നിർത്തരുതെന്ന് കേട്ടോ. നമുക്ക് ഇത്തിരി അങ്ങോട്ട് മാറ്റി അവിടെ കുറേ പൂവും സംഭവങ്ങളും. പാടത്തിൻ്റെ നടുക്ക് ഒരു മരമുണ്ട്. നിരവധി റീല് കണ്ടേക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെടാം. അവിടെ നമ്മൾ നേരത്തെ കണ്ട പാടത്തിന്റെ സൈഡിൽ മൊത്തം മറ്റേതാണ്, വെന്തിയാണ് കേട്ടോ. ഇത് സ്കൂളുണ്ടല്ലേ, നല്ല ഭംഗിയാണല്ലോ ഇതൊക്കെ. നമുക്കിവിടെ എവിടെയെങ്കിലും നിർത്തി. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അറിയിപ്പ് വെച്ചേക്കുന്നത്. ഇതും പാലക്കാടിൻ്റെ ഒരു നെല്ലറയായിരുന്നു കേട്ടോ. നെല്ല് കളവായിരുന്നു. ഇപ്പോൾ ഇത് ശാന്തിഗിരി അഗ്രോ ഫാം എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വണ്ടി വരുന്ന അതിലേ വന്നു കേട്ടോ. അവിടെ എങ്ങും വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിതേ നല്ല മനോഹരമായ സ്ഥലം, അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. അവിടെ കുറേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി അവിടെ നല്ല ഷൂട്ടിങ്ങിൻ്റെ പോലെ ഒരു പാർക്ക് പോലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം. വന്നിറങ്ങിയതേ പരാതിയായിട്ട് കേട്ടോ. താമരപ്പാടൊന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. താമരപ്പാട സ്ഥലത്തിൻ്റെ പേരാ. ഈ യൂട്യൂബർമാർ വന്നിട്ട് താമരപ്പാടം എന്ന് പറഞ്ഞ് ഒരു ചേട്ടനോട് കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും കിട്ടിയില്ല. ഇത് സീതാർകുണ്ട് പോകുന്ന വഴിക്കുള്ള ഒരു പാടമാണ് കേട്ടോ. ആ പാടം നല്ല മനോഹരമാക്കി നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കയറി കാണാം. പ്രത്യേകം ശ്രദ്ധിച്ചോണം, താമരപ്പാടം ഈ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. ഇവിടെ താമരയൊന്നുമില്ല, ആ പാടം ഞാറ് നെല്ല് മാത്രമേ ഉള്ളൂ. വരമ്പത്തൂടെ ഇതേ പൂച്ചെടികൾ വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്ന പോലെ തന്നെ അതേ പൂച്ചെടി. പക്ഷേ ഇത് നല്ല ഭംഗിക്കാ ചെയ്തേക്കണേ. ഇതുകൂടെ നിൽക്കേ, എൻട്രി ഒക്കെ ചെയ്തേക്കുന്നുണ്ടോ? എൻട്രി വൈക്കോല് ചുറ്റി പൈപ്പേല എന്താ സംഭവത്തിൽ ചെയ്തേക്കുന്നത്. അടിപൊളിയല്ലേ? ശരിക്കും ഞാറോട് ഉണ്ടായിരുന്ന സമയമായിരുന്നു നല്ല കുറച്ചുകൂടെ ഭംഗിയായിരുന്നു തന്നെ കേട്ടോ, അല്ലേ?
ഈ വെള്ളം ഇവിടെ എല്ലാം വെള്ളം മുറിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് കണ്ട ഒരുക്കിട്ടേക്കണ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ കലയെന്ന് നോക്കി, എന്താ ഭംഗിയല്ലേ കാണാൻ. പേര് എഴുതിയിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കരുത് കേട്ടോ. എന്നെ ഉപദ്രവിക്കരുത്. നെല്ലിയാമ്പതിന് താഴ്വാരം അവർ കാണിച്ചു കേട്ടോ. ആ മലയുടെ മോൾ ഭാഗമാണ് നെല്ലിയാമ്പതി കേട്ടോ. മഞ്ഞുള്ളതുകൊണ്ട് കാണത്തില്ല. നമ്മൾ അതിന്റെ ചുവട്ടിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, സീതാർക്കുണ്ടെന്നും പറഞ്ഞു. അവിടെ കുറേ കൊല്ലംകോട് വരുമ്പം ഇവിടെ എന്തായാലും ഒന്ന് വരണം കേട്ടോ. നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാണാൻ നല്ല ഭംഗി. നമ്മൾ സാധാരണ പാടമൊന്നും ഇങ്ങനെ കാണാറൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സുധാർക്കൊണ്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പോകുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോകുന്ന ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഇവിടെ പാടം ഒരുക്കിട്ടിട്ട് നമ്മുടെ വലതുവശം ഉണ്ടല്ലോ, വലതുവശത്തുള്ള വെള്ളത്തിന് ഇടതുവശത്തോട്ട് ചാടിക്കുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ ഒരു അടിയിൽ കൂടെ ഇട്ടിട്ട് ഇതുണ്ടോ, ഇങ്ങനെയാണ് വെള്ളം അപ്പുറത്ത് ഇപ്പുറത്തോട്ട് ചാടുന്നത്. ഇനി 20 രൂപ ഒരാളുടെ വാങ്ങുന്നതിന് ഒരു നഷ്ടമില്ല. അത്ര ഒരു ഭംഗിയുണ്ട്, അത്രയ്ക്ക് ഭംഗിയാണ്, അത്രയ്ക്ക് ഭംഗിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ദൂരം നടക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് പോരാൻ തോന്നുകയില്ല. ഇതിന് 20 രൂപ ഒരാൾക്ക് വാങ്ങിയതിൽ ഒരു നഷ്ടമില്ല കേട്ടോ. അതുമല്ല, ഇതുപോലെ പാടത്തിന് നടുക്ക് ബോക്സ് വെച്ച് പാട്ട് വെച്ച് കേട്ടോ. അതും ഏത് സിനിമയിലും പാട്ടാന്ന് നോക്കും, വെട്ടത്തിലെ. അവിടെ കൊമ്പനെ കളിച്ചോണ്ട്, കൊമ്പനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അവനങ്ങോട്ട് പോകാൻ നിൽക്കാൻ തോന്നുന്നു. അവൻ പോവാൻ നിൽക്കാം, നമുക്ക് അവന്റെ ഫ്രണ്ടിൽ പോയി പടം എടുത്തിട്ടാ പോവാ. അന്നം തരുന്ന മണ്ണും മണ്ണിൽ പണിയാൻ മനുഷ്യനുമില്ലെങ്കിൽ അന്നം തിന്ന കൈകൊണ്ട് മണ്ണ് തിന്ന മനുഷ്യന്. ഓഹോ, ആനയുടെ വാലൊക്കെ ഉണ്ടോ? അതിന്റെ വാലിലുള്ള രോമം അതുപോലെ തന്നെ നിർത്തിയേക്ക് നിൽക്കുക. പേരിട്ടിട്ടുണ്ട്, മിനിക്കോട് സൂര്യദേവൻ. കൺപീലിയൊക്കെ ചെയ്തേക്ക്, കൺപീലി ചെവിയുടെ കൊടുത്തേക്ക്. എന്നാ നമുക്ക് മീനിക്കോട് സൂര്യദേവനോട് യാത്ര പറഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങിയാലോ? ഓക്കെ, പോയേക്കാം. കാണാവോ? എന്തൊക്കെയോ കാണാം. വെള്ളച്ചാട്ടം അറിയുന്നില്ല, അതാണ് സീതാർക്കുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വരെ പോയാലോ? അത് മേളിൽ കയറി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് താഴെ ഒഴുകി ഒരു അരുവിയായിട്ട് ഒഴുകി പോകുന്നതാണ് പറഞ്ഞു. അവിടെ വരെ പോയി നോക്കാം. പിന്നെ നമ്മുടെ കാടിന്റെ പൈപ്പ് കൊണ്ടെന്ന് പറഞ്ഞു. പോയി നോക്കിയാലോ? യെസ്, വണ്ടി വിട്ടേക്കാം. വാടാ പിടിച്ചോട്ടപ്പാ. ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലെത്തി. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്യട്ടെ. അങ്ങ് മലയുടെ മുകളിൽ നമ്മൾ മുമ്പ് ചൂണ്ടിക്കാണിച്ചില്ലേ, അതിൻ്റെ അടിവാരത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ മാക്സിമം വണ്ടി ഇവിടം വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചു. ഇനി അതാണ് പാർക്കിംഗ് വെള്ളച്ചാട്ടം. ഇതിൻ്റെ അടിവാരം വരെ നമുക്ക് ഏകദേശം അടിവാരം വരെ എത്താൻ പറ്റും കേട്ടോ. ദൂരെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് കാണാൻ ഒന്ന് പോയി നോക്കാമല്ലേ നമുക്ക്. ഇത് കണ്ടപ്പോഴാണ് അനീഷിന് ആഗ്രഹം മെക്സിക്കൻ പെരിപ്പരി കഴിക്കണം. എന്നാൽ പിന്നെ ഒരെണ്ണം കഴിച്ചേക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണോ നോക്കിയേക്കാൻ. ഉരുളക്കിഴങ്ങിനെ ഇതിൽ കറക്കിയെടുത്ത് ഒരു കോല് കുത്തി എടുത്ത് ഇത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ച് പെട്ടെന്നാകും കേട്ടോ, വളരെ പെട്ടെന്നാകും സാധനം. എന്നിട്ട് അതിന് മുകളിൽ മസാല ഒരു കുറേ പൊടിയുണ്ട്, അതൊരു ഇട്ടിട്ട് ഇങ്ങോട്ട് തരും. ഇതാണ് മെക്സിക്കൻ പെരിപ്പരി. മെക്സിക്കൻ പെരിപ്പരി. എങ്ങനെയുണ്ട്?
കുറേ പേര് സൈക്ലിംഗ് ആയിട്ട് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവർ അങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്നു. രണ്ട് സൈക്കിളാണ് ഒരാൾ കയ്യിലെടുത്തോണ്ട് പോകുന്നത്. നമുക്ക് സീതാർകുണ്ട് ലക്ഷ്യമാക്കി നടക്കാം. വരുമല്ലേ? ഇച്ചിരി ദൂരം നടക്കാണ്ട് കേട്ടോ. മോടെ പേരെന്താ? കാരുണ്യ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. എല്ലാ ദിവസവും വരാറുണ്ട് ഇവിടെ? ശനി ഞായറും. ഞങ്ങൾ വരുമ്പോഴേ ഒരു കൊച്ചു മിടുക്കി അവിടെ ഇരുന്നിട്ട് കടല വയ്ക്കുന്നു. ചേട്ടാ കടല വേണമെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ തന്നെ പിന്നെ നമ്മളിങ്ങനെ വാങ്ങാണ്ട് പോരുന്നത്. അപ്പം തന്നെ നമ്മൾ കടല വാങ്ങി ഇങ്ങോട്ട് പോകുന്നു. നല്ല മിടുക്കിക്കുട്ടി. ആ കച്ചവടം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് ആർക്കും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ലെന്നേ. ഇത് ഇച്ചിരി ഇടുങ്ങിയ സ്ഥലം കേട്ടോ. അപ്പോൾ അതൊക്കെ പോയില്ലെങ്കിൽ മുട്ടക്കം തട്ടും. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇച്ചിരി കല്ലും കൂട്ടമൊക്കെ നിറഞ്ഞ വഴിയാണ്. ഇച്ചിരി തകൃതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകാം. അതല്ലെങ്കിൽ കുറച്ച് പതുക്കെ പോകുന്നത് നല്ലത്. എവിടെയും തട്ടിയും പടച്ചും വീഴാനുള്ള ചാൻസ് ഉണ്ട്. നല്ല പ്രായമായ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം തണലൊക്കെയാണ്, നടന്നു പോകാം. നല്ല എല്ലാ സ്ഥലത്തും കാണാം കേട്ടോ നമുക്ക് വെള്ളം ചാടി പോരുന്നത്. എന്നാൽ ഇത് കണ്ടിന്യൂസ് ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്കിത് കാണാൻ ഉള്ള ചാൻസ് ഇല്ല. ഓരോരോ പീസായിട്ട് ഒരു പുഴ പോലെയാണ് ഒഴുകി പോരുന്നത്. നമുക്ക് എന്തോരം വേണമെങ്കിലും നടന്നു പോകാം. ഇപ്പം നമ്മൾ കുറച്ച് ഇപ്പോൾ ഇങ്ങോട്ടും വരെ എത്തി. ഇനി ഇങ്ങോട്ട് കയറി പോകണം നമുക്ക്. അത് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ വലതുവശം മൊത്തം വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പാറക്കെട്ടുകളുണ്ട്. എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ അപകടം നിറഞ്ഞ സ്ഥലമാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യം ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ആരോ എന്താ പറയുക, ഗൈഡായിട്ടോ അതല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അങ്ങനെ ആരും ഇവിടെ ഇല്ല. സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ കുളിക്കാം. പക്ഷേ എല്ലാ പോയിന്റിലും ആൾക്കാർ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്, വെള്ളത്തിൽ ചാടുന്നുണ്ട്, കുളിക്കുന്നുമുണ്ട്. എന്തായാലും നമ്മളും പതുക്കെ മുകളിട്ട് കയറിപ്പോയി നോക്കാം. എന്താണെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ നല്ല ഇരുട്ടാണ് കേട്ടോ. ഇപ്പോൾ ക്യാമറയിൽ കുറച്ച് തെളിഞ്ഞ് കാണുന്നു, പക്ഷേ ആക്ച്വലി നല്ല ഇരുട്ടാണ് ഇവിടെ. പ്രകാശം വളരെ കുറവേ അടിക്കുന്നുണ്ട് വെയിലായിട്ട്. വെള്ളം ഒഴുകുന്ന കാണാൻ നല്ല രസമില്ലേ? ഈ കാടിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഓളം തള്ളി ഇങ്ങനെ പോകുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് നടന്നു പോകാൻ. പിന്നെ ഈ കാടും മലയും പർവ്വതവും നമുക്ക് നോർമലായിട്ട് നടന്നു പോകത്തില്ല. ഇച്ചിരി ചാടിക്കിടന്ന് ഇച്ചിരി അഭ്യാസം കളിച്ചൊക്കെ പോകാൻ. വലിയ വേരുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ മറികടന്ന് ചെറിയ സ്ഥലത്തിലൊക്കെ കൂടുതൽ സ്ഥലത്തും കയറ്റമാണ് കേട്ടോ. കൂടുതൽ നമ്മൾ കയറിയാണ് പോകണം അങ്ങോട്ട്. എന്നാൽ ചില സ്ഥലത്ത് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട് താനും. ഇതിങ്ങനെ കയറി ഒരു പ്രത്യേക ഒരു ട്രക്കിങ്ങിൻ്റെ ഫീല്. എന്നാൽ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ നല്ലൊരു വഴിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആൾക്കാരിങ്ങനെ നടന്നിട്ടുള്ള ചെറിയ ഒരു നടപ്പാത പോലെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ മൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഒന്നും ഉള്ളതായിട്ടും തോന്നുന്നില്ല. എന്നാൽ വല്ലപ്പോഴും ആന വരാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. നമ്മൾ താഴേന്ന് കണ്ടൊരു വ്യൂ ഉണ്ടല്ലോ, വെള്ളം ചാടുന്നത്, അത് നമുക്ക് ഇവിടുന്ന് ഒരു കാരണവശാലും ഡയറക്റ്റ് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ വെള്ളം ഒഴുകി വരുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പല സ്ഥലത്തുനിന്ന് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരു 2-3 മീറ്റർ ഹൈറ്റുള്ള ചാടി ഇങ്ങനെ വരുന്നത് മാത്രമേ കാണാനുള്ളൂ. അതല്ലാണ്ട് ഫുൾ വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല ഇവിടുന്ന് എവിടെയും കേട്ടോ. നല്ല ഫ്രഷ് ആനപ്പണ്ടം. ആ മലയുടെ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത്. നമ്മൾ ആ സ്വർണ്ണം ചൂണ്ടി കാണിച്ചില്ലേ, അത് താഴെ നമ്മൾ ചൂണ്ടി കാണിച്ചില്ലേ അവിടുന്ന്. ഇതേ ഇവിടെ വരുവാണെങ്കിൽ 3 സ്പോട്ട് അടുത്താ. ഇപ്പം നമ്മൾ കണ്ട ആ ഫ്ലവർ, ആ ഗാർഡന്, പിന്നെ ചിങ്ങഞ്ചിറ അമ്പലം, പിന്നെ ആ പാറപ്പുറത്തിരിക്കുന്ന ആ കളം, പഴയ നെല്ലുകളം, അതുപോലെ ഈ സീതാർകുണ്ട്. ഇത് 3 ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലാണ് അല്ലേ? പക്ഷെ വെള്ളച്ചാട്ടം കാണാനായിട്ട് പ്രതീക്ഷ പറയരുത്. ചാടുന്നതായിട്ട് കാണത്തില്ല. പുഴ ഒഴുകി കുളിക്കാം. ഒരുപാട് സ്ഥലത്ത് ആൾക്കാർക്ക് കുളിക്കാം. വലിയ വെള്ളം ഇറങ്ങി അപകടമൊന്നും ഉണ്ടാക്കി വരുന്നത്. ആന പക്കത്തിലൊക്കെ വന്നിട്ടുണ്ട്. വരുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ട്. അതൊക്കെ ഇവിടുത്തെ തദ്ദേശീയരായ മനുഷ്യരോട് ചോദിച്ചിട്ടേ വരാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചോണം.
പിന്നെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ആയിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വരുന്നതിന് ഫീസ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ സീതാർകുണ്ടെന്ന് പോവല്ലേ? മടുത്തോ? വെള്ളപ്പൊക്കം ഉണ്ടാവും, വെള്ളത്തിലോട്ട് ഒഴിക്കരുത്, പുറത്തിറക്കള. അടിപൊളി സ്ഥലമാണ്, സംഭവം അടിപൊളി കേട്ടോ. പിന്നെ വരുന്നവർ സ്വന്തം സേഫ്റ്റി നോക്കണം. ആനയുള്ള സ്ഥലമാണ്. അത്യാവശ്യം വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ നല്ല ഭംഗിയാണ്, നല്ല ഉരുളങ്കല്ല് കേട്ടോ. ഇവിടെ താഴേക്ക് ആൾക്കാരൊന്ന് കുളിച്ച് നിർത്തുന്നുണ്ടോ. ഇവിടുന്ന് ഒരു ചെറിയ നിരപ്പിലോട്ടാണ് വെള്ളം, ചെറിയൊരു നിരപ്പിലോട്ടാണ് ഇവിടുന്ന് വെള്ളം ചേർന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങാലോ. അനീഷ പോയേക്കല്ലേ, വെള്ളത്തിൽ ചാടി കൊതി തീർന്നില്ലേ. ഇനി അടുത്ത സ്ഥലം ചുള്ളിയാർ ഡാമാണ്. നമുക്ക് ചുള്ളിയാർ ഡാം പോയി കണ്ടു നോക്കാം, ഡാം എങ്ങനെയുണ്ടോ നോക്കാം. ഇവിടുത്തെ ഡാം ബാ പോവാം. നമ്മളിത് ചങ്ങണാമ്പതി അല്ലേ, അതോ ചമ്മണാമ്പതി? ചമ്മണാമ്പതി ആയിട്ടില്ല, എത്താൻ വരുന്നു. അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്കുന്നത് ഇത് അടിപൊളി ഒരു ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ കാണാൻ തന്നെ ഭംഗിയുണ്ട്, കഴിച്ച് നോക്കിയിട്ട് പറയാം. എന്നാ കയറിക്കോ, കഴി. എനിക്ക് ഊണ്, ബീഫ് ബിരിയാണി. ആണോ? അടിപൊളിയാ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു കുഞ്ഞൊരു ചെക്കടാം, അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് ഒഴുകി വരുന്നുണ്ട്. നോക്കുമ്പോൾ നല്ല വെള്ളം. എന്നാൽ പിന്നെ വണ്ടി കരിയൊക്കെ നിൽക്കും. എന്തായാലും നല്ല ചെളി പിടിച്ചിട്ടുണ്ട്. കുറച്ച് 3-4 ദിവസമായി വണ്ടി കിടന്ന് ഓടുന്നു. എന്നാൽ പിന്നെ കഴുകിയിട്ട് പോകാൻ നിൽക്കും. അനീഷാണെങ്കിൽ വെറുതെ ഒരു പണിയെടുക്കാണ്ട് ചുമ്മാ ഇരിക്കല്ലോ. അപ്പോൾ പിന്നെ കഴുകിയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ചെറുക്കനെ കുളിപ്പിച്ച് സുന്ദരനാക്കി. എത്ര ദിവസം അറിയാം ചെറുക്കൻ ചെളിയും മണ്ണും പിടിച്ച്. അവിടെ പായലുണ്ട്, പായൽ. ആഹാ, നമ്മളത് ആ വഴിക്ക് ആ ഡാമിൻ്റെ ഒരു ചെറിയ കനാലിലിറക്കി വണ്ടിയൊക്കെ കഴുകി ഇത് നമ്മൾ ചുള്ളിയാർ ഡാമിൻ്റെ അടുത്തെത്തി കേട്ടോ. വൈകിട്ട് ഭയങ്കര മനോഹരമാണെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് കയറി കണ്ടുപോവാം. അവിടെ നിരവധി ആൾക്കാരൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഒരു ഗേറ്റും കാണുന്നുണ്ട്. കണ്ടകോളിൽ അവിടെ വരെ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പോയി നോക്കാം. നടക്കേണ്ട വരും. അവിടെ നമ്മളെ ശോസ്തംഭം കണ്ടില്ലേ, എവിടെ പറമ്പിക്കുളത്ത്, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി ഒരു 50 മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അശോസ്തംഭം കാണാം. ഇവിടുന്ന് 2 വഴിയുണ്ട്. ഒന്ന് ലെഫ്റ്റ് എന്താ പറയുക ഡാമിൻ്റെ താഴ്ഭാഗത്തോട്ടും, റൈറ്റ് മുകളിലോട്ട് കയറി പോകുന്നത് ഡാമിൻ്റെ മുകളിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇതിപ്പം വരുന്നാലേ ഈ റോഡ് കണ്ടിട്ട് അധികം ആൾക്കാർ വരുന്നൊരു സ്ഥലമല്ല. കാരണം ടാറിലും സൈഡിലെല്ലാം പുല്ല് പിടിച്ചിരിപ്പുണ്ട്. ആരും ചവിട്ടിയിട്ട് അത് ഉണങ്ങിപ്പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അധികം ആൾക്കാർ വരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും. ഒരു സൈഡ് മൊത്തം മറ്റേ മലനിരകളാണ്. ഇതും മറ്റേ മണ്ണ് കൊണ്ട് കിട്ടിയ ഡാമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ ആകാനേ ചാൻസ് ഉള്ളൂ. ഇത് ഡാം എൽ ഷേപ്പിലാണ്. നമ്മൾ നേരെ കയറി മുമ്പോട്ട് കാണുന്നത് ഗേറ്റ് അടച്ചേക്കാണ്. ആ സൈഡിൽ അങ്ങേറ്റത്ത് ഷട്ടറുണ്ട്. ഇത് റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഷട്ടറൊന്നുമില്ല, ഫുൾ പ്ലെയിൻ ആയിട്ട്. നല്ല നീളമുണ്ട് കേട്ടോ ഡാമിന്. ആ പടെ കുറച്ച് പേരൊക്കെ ഉള്ളൂ ഇവിടെ. ഒരു 10-20-30 പേരൊക്കെ വന്നിട്ടുള്ളൂ ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുന്ന വെള്ളം എന്ന് പറയുന്നത് പുഴയായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇതൊരു നല്ല ഹൈറ്റുള്ള സ്ഥലത്തായിരിക്കണത്. ആ മലകളിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളമൊക്കെ ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്നത്. ഓൾമോസ്റ്റ് ഡാം നിറച്ച് വെള്ളമുണ്ട്. ഏകദേശം മാക്സിമം വാട്ടർ ലെവൽ എത്താൻ വേണ്ടി ഒരു 3/4 മീറ്റർ 1 മീറ്റർ ഇങ്ങോട്ട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് മാക്സിമം വാട്ടർ ലെവലാവും. ആ റീഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ, നമുക്കത് കാണാം. നമ്മൾ വെള്ളത്തോട് വളരെ ചേർന്നായിട്ടാണ് നിൽക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാം. ഇപ്പോൾ നല്ല ഇച്ചിരി വെയിലുള്ള സമയം. നമ്മൾ വന്നിട്ട് നല്ല വെയിലടിക്കുന്നുണ്ട്, നമുക്ക് നല്ല ചൂടുമുണ്ട് വെയിൽ.
ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. ഈ ഏരിയ വരുമ്പം ഒന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആണല്ലോ വന്നിരിക്കാൻ മിക്കവാറും നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് അത്യാവശ്യം കുറച്ച് കാറ്റൊക്കെ ഉണ്ട്, എന്നാൽ വലിയ തിരക്കില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സെക്യൂരിറ്റിയോ അങ്ങനെ ആരുമില്ല, പുറത്ത് എവിടെ ആരുമില്ല കേട്ടോ. നമുക്ക് നേരെ കൊണ്ട് എന്താ പറയുക, ആൾക്കാരോട് ചോദിക്കുക, വഴി അവർ പറഞ്ഞു തരും. നേരെ അല്ല താഴെ ബോർഡും ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് വരാൻ കയറി വരാനുള്ള ബോർഡും ഉണ്ട്. നോക്കുക, കയറി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക, 100 മീറ്റർ നടന്നാലും മതി, നമുക്ക് ഡാമിലോട്ട് എത്തുകയും ചെയ്യാം വണ്ടി നിർത്തിയിട്ട്. അപ്പോൾ ഒന്ന് വന്ന് എല്ലാവർക്കും മാക്സിമം ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് വന്ന് കണ്ടുപോവുക. സൂര്യാസ്തമയമായി, ഏകദേശം താഴാൻ പോവുക. ഇനി കുറച്ചുകൂടെ താന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് അവൻ പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡാമിൽ നിന്നുള്ള കാഴ്ചകളും ഡാമിൻ്റെ ഭംഗി ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് മറ്റേ നമ്മൾ നേരെ കയറി വരുമ്പം ഒരു ഗേറ്റ് കണ്ടല്ലോ, ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ കുറേ കരിമ്പനകളും മറ്റ് മരങ്ങളൊക്കെയാണത്. അവിടെ നിന്ന് കൃഷി സ്ഥലങ്ങളോ അങ്ങനെ ആൾ താമസം അങ്ങനെ ഒന്നുമില്ല. അതങ്ങനെ വെറുതെ കാലിയായിട്ട് കിടക്കുകയാണ്. കുറേ മരങ്ങളും കാട് പോലെ പിടിച്ച് കിടക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതും കാണാൻ ഭംഗിയുണ്ട്, മോശം പറയാനൊന്നുമില്ല നമുക്ക് എന്തായാലും. അപ്പോൾ നമുക്ക് ഡാമിനോട് വിട പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോളേ ഈ ഗേറ്റിലോട്ട് പെട്ടെന്നൊന്ന് സൂം ചെയ്തപ്പോഴാണ് കണ്ടത്, ഇവിടെ വന്ന് എല്ലാവരുടെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗേറ്റിൽ. ഗേറ്റിന് ഇനി പെയിൻറ്റ് പോകാൻ നീല കളർ കുറച്ചുകൂടെ ഉള്ളൂ. കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ കാണുന്നുണ്ടല്ലോ സ്വന്തം പേര് എഴുതി വെക്കുക എന്നുള്ളത്, അത് ഇവിടെ ഉണ്ട് കേട്ടോ. സന്തോഷമായി.